ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡിസ്പോസിബിൾ കപ്പുകൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി വാൾ ഡെക്കോറാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കോറാണിത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ പേപ്പർ കപ്പുകളോ അതല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് കപ്പുകളോ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ നല്ലത്, നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസി പേപ്പർ കപ്പുകളാണ്. പ്ലാസ്റ്റിക് ആവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാൽ അതിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ ഉള്ള കപ്പുകൾ ഏതാണെങ്കിൽ അതെടുക്കാം. ഇതല്ലെങ്കിൽ ഐസ്ക്രീം കപ്പ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മുടെ കപ്പുകൾ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കപ്പിൽ കുറച്ച് ഡിസൈൻസ് ഉണ്ട്, പക്ഷെ എന്നാലും അതത്ര ഭംഗിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് കളർ കൊടുത്ത് എടുക്കാൻ പോവാണ് കേട്ടോ പേപ്പർ കപ്പിന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കളർ കൊടുക്കാതെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കളർ കൊടുത്തിട്ടായാലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ കുറച്ച് കളേഴ്സ് കൊടുത്ത് എടുത്തിട്ടുണ്ട് പേപ്പർ കപ്പ്. അപ്പോൾ ഇത് കളറൊക്കെ കൊടുത്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കളർ ചെയ്ത് ഉണക്കിയെടുക്കുക. അതിനുശേഷം ഈ ഒരു പേപ്പർ കപ്പിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്യാം. ഈ ഒരു എൻഡ് വരെ തന്നെ കട്ട് ചെയ്യാം കേട്ടോ. ഉള്ളിൽ നമുക്ക് തട്ടും, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണെന്ന് കേട്ടോ. അതേപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പേപ്പർ കപ്പ് കട്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയ ചെറിയ സ്ട്രിപ്പുകളായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അതായത് വിഡ്ത്ത് കൂടാതെ ചെറുതായിട്ട് സ്ട്രിപ്പിൻ്റെ വിഡ്ത്തായിട്ട് കട്ട് ചെയ്യുക, എന്നാലാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ പേപ്പർ കപ്പ് ഫുള്ളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ നമ്മളിതൊന്ന് ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് ചില ഭാഗങ്ങൾ ഇതിവിടെ ഇങ്ങനെ കണ്ടോ, ഈ ഒരു ഭാഗം ഇങ്ങനെ പ്രസ്സായിട്ട് വരണം. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമുക്ക് പ്രസ്സായിട്ട് വരില്ല, അതായത് നമ്മുടെ കട്ടിങ് കറക്റ്റായിട്ട് ലെവലല്ലാത്ത കാരണമാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് കണ്ടോ, ഈ ഒരു ഭാഗം ഉൾഭാഗത്ത് ഇതുണ്ടല്ലോ, അവിടെ വരെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ മനസ്സിലാവും എവിടെയാണ് കട്ടാവാത്തതെന്ന്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്ട്രിപ്പുകളെല്ലാതും ഏകദേശം ഒരേ വിട്ട് തന്നെ ആവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ, എന്നാലാണ് നമുക്കത് കറക്റ്റ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മെഷർമെൻ്റ് ഒക്കെ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്കത് എല്ലാതും കട്ട് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്യാനായിട്ട് നമ്മുടെ ക്യുള്ളിങ് ഒക്കെ ചെയ്യില്ലേ, അതിൻ്റെ ഒരു ടൂളാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫിംഗർ കൊണ്ട് തന്നെ നമുക്ക് ഇതിനെങ്ങനെ റോൾ ചെയ്ത് എടുക്കാം. എല്ലാ സ്ട്രിപ്പുകളും ആദ്യം തന്നെ നമ്മൾ ഒരേ ലെങ്ത്തിൽ നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2-3 എണ്ണം ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് വേണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് ലെങ്ത്ത് കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം കേട്ടോ. എന്നിട്ട് പക്ഷേ എല്ലാതും ആദ്യം ചെയ്യുമ്പോൾ ഒരേ റൗണ്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ എല്ലാതും ഇതേപോലെ റോൾ ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ എല്ലാതും നമ്മൾ കറക്റ്റാക്കി ഏകദേശം ഒരേ റൗണ്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഒരു റോളിനെ ഇതേപോലെ എടുത്തിട്ട് ഫുള്ളായിട്ട് റോൾ ചെയ്ത് എൻഡ് വരെ നമ്മൾ ഇതിനെ റോൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്ത് എൻഡ് വരെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരേ ലെവലിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലെവൽ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് എല്ലാതും ഒരേ ലെവലിൽ നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. അതിനുശേഷം ഒരെണ്ണം നമ്മൾ ഫുള്ളായിട്ട് റോൾ ചെയ്ത് ഈ എൻഡ് വരെ നമ്മൾ കൊണ്ടെത്തിച്ചു. മനസ്സിലായല്ലോ, ആ റോളിങ് ഈ അറ്റം വരെ ചെയ്യാം. ഇനി അടുത്ത സ്ട്രിപ്പ് നമ്മൾ ഒന്നും ചെയ്യേണ്ട, അതിനെ അങ്ങനെ വിടുക. ഈ ഒരെണ്ണത്തിന് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, ആ ഒരു ലെങ്ത്തിൽ തന്നെ നിർത്തുകയാണ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സ്ട്രിപ്പ് എടുക്കാം. ഓക്കെ, ഓൾട്ടർനേറ്റ് സ്ട്രിപ്പ് എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ആദ്യം നമ്മൾ ഭയങ്കരമായിട്ട് അറ്റം വരെ റോൾ ചെയ്തില്ലേ, അതിനേക്കാളും കുറച്ച് മുകളിലായിട്ട് നമ്മൾ റോൾ ചെയ്യാം. ഓക്കെ, അതായത് ഒന്നുകൂടെ പറയാം, ആദ്യം നമ്മൾ ഒരെണ്ണം നമ്മൾ ഫുള്ളായിട്ട് റോൾ ചെയ്ത് കൊടുക്കും. ഈ ഒരു ഒരെണ്ണം നമ്മൾ ഫുള്ളായിട്ട് എൻഡ് വരെ റോൾ ചെയ്യുക കേട്ടോ. ഈ എൻഡ് വരെ നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തത് വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഹൈറ്റിൽ. ഓക്കെ, അപ്പോൾ ആദ്യത്തേനേക്കാളും ഏറ്റവും ഹൈറ്റ് കൂടിയതിനേക്കാളും കുറച്ച് കുറവും മറ്റേതിൻ്റെ കുറച്ച് മുകളിലുമായിട്ട് നമ്മൾ റോൾ ചെയ്ത് കൊടുക്കണ്ടേ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കണ്ടോ. ഇപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണെന്ന്. ഇനി അടുത്തത് നമ്മൾ സ്ട്രിപ്പ് വീണ്ടും വിടുക. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് റോൾ ചെയ്ത് എൻഡ് വരെ നമ്മൾ റോൾ ചെയ്ത് എത്തിക്കാം. അപ്പോൾ മനസ്സിലാവണുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരെണ്ണം റോൾ ചെയ്യുക, ഫുൾ എൻഡ് വരെ റോൾ ചെയ്യുക, പിന്നത്തെ വിട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നത്തെ നമ്മളൊരു മിഡിൽ സൈസിൽ റോൾ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വൺ നമ്മൾ വിടുക, അങ്ങനെ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരെണ്ണം ഫുൾ റോൾ ചെയ്യണം, എൻഡ് വരെ റോൾ ചെയ്യണം, പിന്നെ വിടണം, പിന്നെ ഒരു മിഡിൽ ലെങ്ത്തിൽ നമ്മൾ റോൾ ചെയ്ത് നിർത്തുക, നെക്സ്റ്റ് വൺ വിടണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ടൂൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതുപോലത്തെ ടൂൾ ഇല്ലെങ്കിൽ ഒരു ഇറുക്കിൽ എടുത്തിട്ട് സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു സ്പ്ലിറ്റ് വരില്ലേ ചെറുതായിട്ട്, അത് വെച്ചിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് ഇതേപോലെ കയറ്റിയിട്ട് ഈ ഒരു
ടൂൾ പോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഈസിയാണ്. അപ്പോൾ ഞാൻ ആ ടൂൾ ഇല്ലെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഒരു ഈർക്കിലിയോ അതല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് പിക്കോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒരു സ്ലിറ്റ് പോലെ ഇട്ടിട്ട് ആ സ്ലിറ്റിൻ്റെ ഉള്ളിലോട്ട് ഈ പേപ്പർ ഒന്ന് കടത്തിയിട്ട് ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് റോളായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു റോളിങ് ചെയ്യുന്നതിൻ്റെ ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരെണ്ണം ചെറുത് ഒരെണ്ണം മിഡിൽ സൈസിൽ വെക്കുക. അതിൻ്റെ രണ്ടിന് സെൻറ്ററിൽ നമുക്ക് ഫുൾ ലെങ്ത്തിലുള്ളത് ആദ്യം നമ്മൾ കറക്റ്റായിട്ട് റോൾ ചെയ്ത് വെച്ചാൽ ആ ഒരു ലെങ്ത്തില്ലേ അത് കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഒരെണ്ണം ചെറുത് പിന്നെ വലുത് പിന്നെ മിഡിൽ സൈസ് പിന്നെ വലുത് പിന്നെ ചെറുത് അങ്ങനെ ചെയ്യാം കേട്ടോ. മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്നതൊന്ന് കാണൂ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൊണ്ട് കുറച്ച് കൂട്ടുകാർക്കൊന്ന് ഹായ് പറയാം. ഓക്കെ, ഹായ് നൂറ, ഹായ് ശ്രീനന്ദ, ഹായ് ശിവപ്രിയ, ഹായ് അർച്ചന. അപ്പോൾ ബാക്കിയുള്ള കൂട്ടുകാർക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഹായ് പറയാം കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കേണ്ട, എല്ലാവർക്കും ഹായ് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഒരെണ്ണം നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ റോൾ ചെയ്ത ലെങ്ത്ത് കുറച്ച് വലുതാണ്. അപ്പോൾ അതിനൊന്ന് റോൾ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കറക്റ്റ് സൈസിനൊന്ന് റോൾ ചെയ്ത് എടുക്കണം. കണ്ടോ, അപ്പോൾ ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ റോൾ ചെയ്ത് ആ ഒരു സൈസും കൂടെ ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫൈനലല്ല, ഇനി ഒരു കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു റോളിങ് മാത്രമാണ് പണിയുള്ളൂ. ജസ്റ്റ് നല്ല രസമാണ് വാൾ ഡെക്കോർ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. കണ്ടോ, ഇപ്പോൾ ആ ഒരു വലുതിൻ്റെയും ഒരു വലുതിൻ്റെയും ചെറുതിൻ്റെയും, അതായത് ഒരു ചെറുതിൻ്റെയും ഒരു മിഡിൽ സൈസിൻ്റെയും ഇടയിൽ ആ ലെങ്ത്ത് കൂടിയതില്ലേ അതൊന്ന് കൊണ്ടൊന്ന് സൈസ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളിങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കില്ലേ, അപ്പോൾ അതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡിസൈൻ ചെയ്യാം കേട്ടോ. ഇന്ന പോലെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ആദ്യം ഞാനൊരു പെയിൻറ്റ് വെച്ചിട്ട് ഒരു മാംഗോ ഡിസൈൻ പോലെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ ഇരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൈസ് എന്നുള്ളത്. കണ്ടോ, ഇത് വരുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു വലുത് പിന്നെ ഒരു ചെറുത് അങ്ങനെ വരുന്ന വിധത്തിൽ ചെയ്യാം കേട്ടോ. ഈ ഒരു ഫ്ലവർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഒക്കെ ആയിട്ട് സെൻറ്ററിൽ ഈ ഒരു ഡിസൈൻ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണത്തിന് ഞാൻ പെയിൻറ്റ് വെച്ചിട്ട് കൊടുത്തു. പിന്നെ ഞാനിങ്ങനെ ഒരു മാർക്കർ പെൻ പോലത്തെ ഒരു സ്കെച്ച് പെൻ പോലത്തെ ഇത് വെച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് കളർ പെൻസിൽസോ ക്രയോൺസോ അതെല്ലാം നമ്മുടെ സാധാരണ പെൻസോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതിങ്ങനെ വരച്ച് എന്തൊക്കെയോ ഒരു ഡിസൈൻസൊക്കെ കൊടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ എന്തേ ഉണ്ടായെന്ന് വെച്ചാൽ ലാസ്റ്റ് എത്തിയപ്പോൾ എനിക്കത് അത്ര കണ്ട് ഇഷ്ടമായില്ല. ലാസ്റ്റ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലത്തെ ഡിസൈൻസൊക്കെ ഞാൻ എന്ത് ചെയ്തു, വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് റബ്ബ് ചെയ്തിട്ട് വീണ്ടും ഞാൻ പുതിയ ഡിസൈൻസ് കൊടുത്തു കേട്ടോ. അതാണ് ലാസ്റ്റ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നമ്മൾ ഡിസൈൻസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ 3 കളറിൽ ഇതേപോലെ ഡിസൈൻസ് കൊടുത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു യെല്ലോ, ഒരു റെഡ്, ഒരു ബ്ലൂ. ഇത്രയും ബ്രൈറ്റ് അല്ല കേട്ടോ റെഡ് യെല്ലോയൊക്കെ, പക്ഷേ ബ്ലൂ ഒക്കെ. യെല്ലോ നല്ല ബ്രൈറ്റാണ്, പക്ഷേ അത്ര അങ്ങോട്ട് കാണുന്നില്ല. ഇനി നമുക്ക് ഇതേപോലെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഇതിൽ നമുക്ക് ഇതേപോലെ ഒട്ടിച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് വാൾ ഡെക്കോറായിട്ട് വെക്കാം. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് നമുക്ക് വാളിൽ അല്ലെങ്കിൽ നമ്മുടെ ഡോർമിലൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഡബിൾ സൈഡ് ടേപ്പ് ബാക്കിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു കളറ് ഡോറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഡോർമിലോ വാളുമിലോ ഡയറക്റ്റ് ഡബിൾ സൈഡ് ടേപ്പോ വെച്ചിട്ട് ഒട്ടിക്കാം, അതല്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് 3 എണ്ണം ഒരേപോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം, ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സെൻറ്ററിലത്തെ ഇത് അത്ര അങ്ങോട്ട് ഭംഗിയില്ല അല്ലേ. നമുക്ക് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു സെൻറ്റർ ഭാഗങ്ങളൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത് കേട്ടോ. വൈറ്റ് പെയിൻറ്റ് കൊടുത്ത് അതിനെ കവർ ചെയ്തിട്ട് ഡിസൈൻസ് ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തു. എനിക്കത് അത്ര അങ്ങോട്ട് ഫൈനൽ ലുക്കിൽ വന്നപ്പോൾ ഇഷ്ടമായില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാൻ ജസ്റ്റ് ലാസ്റ്റ് ഫൈനൽ ചെയ്തതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇട്ട് തരാം. ഇതാ കണ്ടോ, ഇതാണ് ഞാൻ ചെയ്തത്. ചാർട്ട് പേപ്പറിൽ ഇതങ്ങ് ഒട്ടിച്ച് വെച്ചിട്ട് ചെറിയ സ്ട്രിപ്പ് ഓഫ് പേപ്പേഴ്സ് അതുമിങ്ങനെ തൂവി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. മറ്റേത് ക്യാൻഡിലാണ് താഴെ വെച്ചിട്ടുള്ളത്, ക്യാൻഡിലാണ്, അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചതാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഇതേപോലെ നല്ല ലൈറ്റൊക്കെ ഉള്ള സൈഡിൽ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ്. ജസ്റ്റ് ആ ഒരു റെഡ് കളർ സ്ട്രിപ്പുകൾ അവിടെ ഇവിടെ പേപ്പർ കളർ പേപ്പർ മുറിച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ആ 3 പീസ് മാത്രം വോളുമ ഒട്ടിച്ചിട്ടായാലും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.